Recombinant DNA technology or genetic engineering. ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് മേക്കപ്പിൽ ചേഞ്ച് വരുത്തി അതിനൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ളൊരു ഓർഗാനിസം അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ളൊരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് റീകോമിനന്റ് ടെക്നോളജി അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജീൻ മാനിപ്പുലേഷൻ ഓർ ജനറ്റിക് മോഡിഫിക്കേഷൻ. And it is the controlled, deliberate and directional manipulation of the genetic makeup of a cell or an organism in a desired or predetermined manner in order to produce a genetically modified cell or organism. സോ ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് മേക്കപ്പ് നമ്മൾ ചേഞ്ച് ആക്കുകയാണ്. ഒരു പുതിയൊരു ജീൻ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ അതിൻ്റെ ഹോൾ ജനറ്റിക് മേക്കപ്പ് ചേഞ്ച് ആക്കിയിട്ട് ഒരു ബെറ്റർ, ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ളൊരു സെല്ലിന് അല്ലെങ്കിൽ ഓർഗാനിസത്തിന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ത്രൂ റീകോമിനന്റ് ഡി എൻ എ ടെക്നോളജി ഓർ റീകോമിനന്റ് ഡി എൻ എ സിന്തസിസ്. റീകോമിനന്റ് ഡി എൻ എ ടെക്നോളജി ചെയ്യുന്നതിലൂടെ ഒരുപാട് പർപ്പസസ് ഉണ്ട്. ഇറ്റ് ഫോംസ് എ ജീൻ ലൈബ്രറി. ജീൻ ലൈബ്രറി മീൻസ് ഒരു ജീൻ ക്ലോൺസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആണ്. സോ ഒരു ജീൻ ലൈബ്രറി നമുക്ക് ഫോം ചെയ്യാൻ പറ്റും ഈ റീകോമിനന്റ് ഡി എൻ എ ടെക്നോളജിയിലൂടെ. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ, ഐസൊലേഷൻ ആൻഡ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ഡിസേർഡ് ജീൻസ്. നമ്മുടെ ആ ഒരു ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ ആ ഒരു സെല്ലിൽ എന്ത് ചേഞ്ച് ആണോ വരുത്തേണ്ടത്, ആ ഒരു പെർട്ടിക്കുലർ ജീന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഐസൊലേറ്റ് ചെയ്തിട്ട് ആ ഡിസേർഡ് ജീൻ ആംപ്ലിഫൈ ചെയ്യണം. ഒരു സ്പെസിഫിക് ജീനിൻ്റെ എക്സ്പ്രഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി എൻ എ റീകോമിനന്റ് ടെക്നോളജി യൂസ് ചെയ്യും. ഇതാണ് റീകോമിനന്റ് ഡി എൻ എ ടെക്നോളജിയുടെ ഒരു ബ്രീഫ് ഡയഗ്രാം. ആദ്യം ഹ്യൂമൻ സെല്ലിൽ നിന്ന് ഡി എൻ എ ഐസൊലേറ്റ് ചെയ്തെടുക്കും. ഈ ഡി എൻ എയിലാണ് നമുക്ക് വേണ്ട ഡിസൈർഡ് ജീൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഈ ഡി എൻ എയിൽ നിന്ന് എടുക്കും. ദെൻ ഈ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഏത് ഓർഗാനിസത്തിൻ്റെ ജീനോമിലേക്കാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരിയർ വേണം. അതായത് ഈ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിന് ഹോസ്റ്റിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ ഒരു കാരിയർ വേണം. അതിന് വേണ്ടിയിട്ടാണ് വെക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് വെക്റ്റേഴ്സ് വരുന്നത് ബാക്ടീരിയയിൽ നിന്നാണ്. ബാക്ടീരിയയുടെ എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയൽ ആണ് ഈ പ്ലാസ്മിഡ്, ഈ സർക്കുലർ ഷേപ്പിൽ കാണുന്നത്. ഈ പ്ലാസ്മിഡ് ആണ് വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്, ദാറ്റ് ക്യാരി ദിസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. സോ വെക്ടർ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട്, അതായത് പ്ലാസ്മിഡ് വെക്ടർ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് ഈ ഡിസൈഡ് ജീൻ ഇതിൽ ലിങ്ക് ചെയ്യും. ഇതിനെയാണ് നമ്മൾ റീകോമിനന്റ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ ഡി എൻ എ എന്ന് വിളിക്കുന്നത്. ഈ ഒരു റീകോമിനന്റ് ഡി എൻ എനെയാണ് നമ്മളൊരു ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് റീകോമിനന്റ് ഡി എൻ എ ടെക്നോളജിയുടെ ഒരു ബ്രീഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ജനറ്റിക് എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊരു ഡോണർ ഡി എൻ എ വേണം. ഈ ഡോണർ ഡി എൻ എയിലായിരിക്കും നമ്മുടെ ഡിസൈഡ് ജീൻ ഇരിക്കുന്നത്. ദെൻ വി നീഡ് എ വെക്റ്റർ ഡി എൻ എ ഓർ കാരിയർ മോളിക്യൂൾ ഫോർ ട്രാൻസ്പോർട്ടിംഗ് ദ ഡോണർ ഡി എൻ എ ടു എ റെസിപ്പിയൻറ്റ് ഓർ ഹോസ്റ്റ് സെൽ. ദെൻ അടുത്തത് വേണ്ടത് ഒരു ഹോസ്റ്റ് ആണ്, ഹോസ്റ്റ് സെൽ ദാറ്റ് അക്സെപ്റ്റ് ദ റീകോമിനന്റ് ഡി എൻ എ ആൻഡ് ഗെറ്റ് ജനറ്റിക്കലി ഓൾട്ടേർഡ്. അപ്പോൾ ഈ ഒരു റീകോമിനന്റ് ഡി എൻ എ റിസീവ് ചെയ്യുന്ന ഹോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിലേക്കാണ് ഈ ഒരു റീകോമിനന്റ് ഡി എൻ എ ഇൻകോർപ്പറേറ്റഡ് ആകുന്നത്. സോ ഇറ്റ് ഓൾട്ടേഴ്സ് ഇറ്റ്സ് ജനറ്റിക് മേക്കപ്പ്. അതിൻ്റെ ജനറ്റിക് മേക്കപ്പിൽ പുതിയൊരു ഫങ്ഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ ഒരു റീകോമിനന്റ് ഡി എൻ എ അല്ലെങ്കിൽ പ്ലാസ്മിഡ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മോളിക്കുലർ മെഷീനറീസ് വേണം. അതായത് ഈ ഒരു ഡി എൻ എയിൽ നിന്ന് ഈ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കട്ട് ചെയ്യണം. ദെൻ ഈ ഒരു പ്ലാസ്മിഡ് വെക്ടറിൻ്റെ പോർഷൻസ് കട്ട് ചെയ്യണം. ഈ ഒരു ഡിസൈഡ് ജീൻ ലിഗേറ്റ് ചെയ്യണം ഇവിടെ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് എൻസൈംസ് വേണം വിച്ച് സെർവ് ആസ് ദ മോളിക്കുലർ മെഷീനറി ടു മീഡിയേറ്റ് ഓൾ മോളിക്കുലർ പ്രോസസ്. നൗ വി ക്യാൻ സീ വിച്ച് ആർ ദ എൻസൈംസ് യൂസ്ഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ, അതായത് ഈ ഒരു റീകോമിനന്റ് ഡി എൻ എ ടെക്നോളജി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എൻസൈംസ് ആണ് വേണ്ടതെന്നാണ് ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ന്യൂക്ലിയേസസ്. ന്യൂക്ലിയേസസ് ആർ ഓൾസോ കോൾഡ് ഫോസ്ഫോഡൈഎസ്റ്ററേസ്. ന്യൂക്ലിക് ആസിഡ്സ്, അതായത് ഡി എൻ എനെയോ അല്ലെങ്കിൽ ആർ എൻ എനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്ന എൻസൈമാണ് ന്യൂക്ലിയേസസ്. ഈ രണ്ട് ഡി എൻ എ സ്ട്രാൻഡിനിടയിൽ പ്രസന്റ് ആയിട്ടുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഇന്റർ ന്യൂക്ലിയോറ്റൈഡ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്സ് ആണ്. ഈ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടിനെ ഹൈഡ്രോളൈസ് ചെയ്യുകയാണ് ഈ ന്യൂക്ലിയേസസ് ചെയ്യുന്നത്. ഈ ന്യൂക്ലിയേസസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിലുണ്ട്, ആൻഡ് ദേ ആർ എക്സോന്യൂക്ലിയേസസ് ആൻഡ് എൻഡോന്യൂക്ലിയേസസ്.
ഫസ്റ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എക്സോ ന്യൂക്ലിയസ് ആണ്. എക്സോ ന്യൂക്ലിയസ് ഈ ബോൺസ് ബ്രേക്ക് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് വൈസ് മാനറിലാണ്. ഡി എൻ എയുടെ ടെർമിനൽ എൻഡ്സ് ആണ് 5' എൻഡും അതേപോലെ 3' എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെർമിനൽ എസ്റ്റർ ബോണ്ട് ആണ് ഇവർ ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. സോ എക്സോ ന്യൂക്ലിയസസ് ഏതർ ഈ 3' എൻഡിൽ നിന്ന് ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ 5' എൻഡിൽ നിന്നായിരിക്കും ന്യൂക്ലിയോടൈഡ്സിനെ കട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയസസ് ആർ എൻഡോന്യൂക്ലിയസസ്. ഇവർ ഇന്റേണൽ കട്ട്സ് ആണ് ചെയ്യുന്നത്. ന്യൂക്ലിക് ആസിഡ്സിന്റെ ഇവിടെ ഒരു ഡി എൻ എ ആണ് കൊടുത്തിരിക്കുന്നത്. ഡി എൻ എന്റെ ഇടയിലുള്ള ന്യൂക്ലിയോടൈഡ്സിനെ കട്ട് ചെയ്യുന്ന ജോലിയാണ് എൻഡോന്യൂക്ലിയസസ് ചെയ്യുന്നത്. സോ എൻഡോന്യൂക്ലിയസ് make only internal cuts in nucleic acids and break down the interior ester bonds. എൻഡോന്യൂക്ലിയസിന് പ്രത്യേകിച്ച് 5' എൻഡിൻ്റെയോ 3' എൻഡിൻ്റെയോ റോള് വരുന്നില്ല. അവർ ഇന്റീരിയർ കട്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. എൻഡോന്യൂക്ലിയസസ് ഇങ്ങനെ ഒരു സ്ട്രാൻഡിന്റെ ഇടയിൽ വന്ന് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു സിംഗിൾ സ്ട്രാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്ട്രാൻഡ് നിക്കാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഡി എൻ എ ഡ്യൂപ്ലെക്സിൽ ഇതൊരു ഡബിൾ സ്ട്രാൻഡ് ഓഫ് ഡി എൻ എ ആണ്. ഈ ഡബിൾ സ്ട്രാൻഡ് ഓഫ് ഡി എൻ എയിൽ ഒരു സിംഗിൾ സ്ട്രാൻഡിലാണ് ഇവർ വന്ന് കട്ട് ചെയ്യുന്നത് ഇന്റേണലി. സോ ഇറ്റ് പ്രൊഡ്യൂസ് എ സിംഗിൾ സ്ട്രാൻഡ് നിക്ക്. അതുകൊണ്ട് തന്നെ എൻഡോന്യൂക്ലിയസസിനെ നിക്കിംഗ് എൻസൈംസ് എന്ന് വിളിക്കും. ദെൻ അനദർ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ഉണ്ട്. എൻഡോന്യൂക്ലിയസസ് ഏതെങ്കിലും ഒരു സിംഗിൾ സ്ട്രാൻഡിലാണ് ഇന്റേണലി കട്ട് ചെയ്യുന്നത്. ഇനി ഡബിൾ സ്ട്രാൻഡിൽ കട്ട് ചെയ്യുന്ന സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസ് ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. പല ടൈപ്സിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ഉണ്ട്. ഓരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസിലും ഓരോ സൈറ്റ് ഉണ്ട്. ഡി എൻ എയിൽ ഒരു സ്പെസിഫിക് സൈറ്റിൽ വന്നിട്ടായിരിക്കും അവർ വന്ന് കട്ട് ചെയ്യുന്നത്. ഇവിടെ കാണാം ഈ ഒരു സ്ട്രാൻഡിലും അവർ ഇന്റേണലി കട്ട് ചെയ്യുന്നുണ്ട്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസിനെ കോമൺലി വിളിക്കുന്നത് മോളിക്കുലർ സിസേഴ്സ് അല്ലെങ്കിൽ കട്ടിംഗ് എൻസൈംസ് എന്നാണ്. ബിക്കോസ് ദേ ആർ സൈറ്റ് സ്പെസിഫിക് ബാക്ടീരിയൽ എൻഡോന്യൂക്ലിയസസ് വിച്ച് ക്യാൻ റെക്കഗ്നൈസ് സ്പെസിഫിക് സീക്വൻസസ് ഓഫ് ഫോറിൻ ഡി എൻ എ ആൻഡ് ക്ലീവ് ദം ഇൻ ടു റീപ്രൊഡ്യൂസിബിൾ ഫ്രാഗ്മെന്റ്സ്. ഒരു ഡി എൻ എ ഡബിൾ സ്റ്റാൻഡിൽ സ്പെസിഫിക് ആയിട്ടുള്ള സൈറ്റ്സിൽ വന്നിട്ടായിരിക്കും ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് വന്ന് കട്ട് ചെയ്തിട്ട് അവർ റീപ്രൊഡ്യൂസിബിൾ ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ക്ലീവ് ചെയ്യുന്നത്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് വന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഡി എൻ എ സീക്വൻസസിനെയാണ് നമ്മൾ റെക്കഗ്നിഷൻ സീക്വൻസസ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ സൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനും ഓരോ റെക്കഗ്നിഷൻ സൈറ്റ് ഉണ്ടാവും ആ ഒരു ഡി എൻ എയിൽ. ആ ഒരു സൈറ്റിൽ വന്നിട്ടായിരിക്കും അവർ കട്ട് ചെയ്യുന്നത്. നോർമലി ഈ റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ ഈ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്തത് ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു ഏരിയന്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ആ റെക്കഗ്നിഷൻ സൈറ്റിന്റെ ബേസ് പെയർ ലെങ്ത് എന്ന് പറയുന്നത് 4 to 8 ബേസ് പെയർസ് ലോങ് ആയിരിക്കും. ഇതേപോലെ ഓരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനും അതിന്റെ ടാർഗറ്റ് ഡി എൻ എയിൽ സ്പെസിഫിക് ആയിട്ടുള്ള റെക്കഗ്നിഷൻ സൈറ്റ്സ് ഉണ്ടാവും. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയിൽ അവരുടെ റെക്കഗ്നിഷൻ സൈറ്റിൽ വന്നിട്ട് മാത്രമേ കട്ട് ചെയ്യുള്ളൂ. ദേ ഡു നോട്ട് അറ്റാക്ക് ദ ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ഔട്ട്സൈഡ് ദിസ് റെക്കഗ്നിഷൻ സൈറ്റ്. കോമൺലി ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് വന്ന് കട്ട് ചെയ്തത് പാലിൻഡ്രോമിക് സീക്വൻസസിലായിരിക്കും. ഇതാണ് പാലിൻഡ്രോമിക് സീക്വൻസസ്. ഡി എൻ എ ഡബിൾ ഹെലിക്സിന്റെ ഉള്ളിൽ തന്നെ കാണുന്ന സീക്വൻസസ് ആണ് പാലിൻഡ്രോമിക് സീക്വൻസസ്. ദാറ്റ് ഈസ് ദ സെയിം വെൻ റീഡ് ഫ്രം 5' to 3' on one strand and 5' to 3' on the other complementary strand. ഒരു സ്ട്രാൻഡിന്റെ 5' to 3' എൻഡിലേക്ക് നമ്മൾ റീഡ് ചെയ്യുന്ന ന്യൂക്ലിയോടൈഡ്സ് തന്നെയാണ് കോംപ്ലിമെന്ററി സ്ട്രാൻഡിന്റെ 5' to 3' എൻഡിലേക്ക് റീഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡി എൻ എ സീക്വൻസസ് ആണ് പാലിൻഡ്രോമിക് സീക്വൻസസ്. സോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് നോർമലി റെക്കഗ്നൈസ് ചെയ്ത് കട്ട് ചെയ്യുന്നത് ഈ ഒരു പാലിൻഡ്രോമിക് സീക്വൻസസിലാണ്. ദെൻ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് വന്നൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയിൽ കട്ട് ചെയ്യുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസസ് 2 types ഓഫ് കട്ട്സ് ആൻഡ് ദേ ഇൻക്ലൂഡ് സിഗ്സാഗ് കട്ട്സ് ആൻഡ് ബ്ലണ്ട് എൻഡ് കട്ട്സ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വന്ന് കട്ട് ചെയ്യുമ്പോൾ ഡി എൻ എ സ്ട്രാൻഡ് ഈ ഒരു പാറ്റേണിലാണ് കട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതാണ് സ്റ്റാഗേർഡ് അല്ലെങ്കിൽ സ്റ്റിക്കി എൻഡ്സ് അല്ലെങ്കിൽ സിഗ്സാഗ് എൻഡ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് എൻഡ്സ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ബ്ലണ്ട് എൻഡ് കട്ട്സ്. മെയിൻലി 3 മേജർ ടൈപ്സിലാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉള്ളത്. ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 3 റെസ്ട്രിക്ഷൻ എൻസൈംസ് റെക്കഗ്നിഷൻ സൈറ്റിന് പുറത്ത് റാൻഡം ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 3 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യാറില്ല. ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് കോമൺലി ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്നത്. Because they can cut the DNA duplex exactly at specific bonds within the recognition site. And these are the examples of restriction enzymes. Then ഓരോ എൻസൈംസും ഐസൊലേറ്റ് ചെയ്യുന്നത് പല സോഴ്സിൽ നിന്നാണ്. ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും ഓരോ റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ടാകും, അതേപോലെ ഓരോ കട്ടും ഉണ്ടാകും. നെക്സ്റ്റ് എൻസൈം ഇൻവോൾവ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് DNA ligases. They are also called polynucleotide ligases. ഇവർ ജോയിനിങ് എൻസൈമാണ്. കട്ടായിട്ടുള്ള ഫോസ്ഫോഡയസ്റ്റർ ബോൺസിന് റീകമ്പൈൻ ചെയ്ത്, അതായത് ലിഗേറ്റ് ചെയ്യാന്നുള്ള ജോലിയാണ് DNA ligase ചെയ്യുന്നത്. So this DNA ligase serve as a molecular glue for joining together either restriction fragments or the DNA fragments from different sources. റെസ്ട്രിക്ഷൻ എൻസൈംസ് വന്ന് കട്ട് ചെയ്തിട്ട് പോയ റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് DNA ligases ചെയ്യുന്നത്. എസ്റ്റർ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് DNA ligases സ്ട്രാൻഡ്സ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് ദേ റിക്കവർ ATP ഓർ NAD ഫോർ ദർ ആക്ടിവിറ്റി. ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എനർജി വേണം. ആ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ATP അല്ലെങ്കിൽ NAD ആണ്. നെക്സ്റ്റ് എൻസൈം ഈസ് പോളിമറേസസ്. ന്യൂക്ലിക് ആസിഡ് മോളിക്യൂൾസിന്റെ സിന്തസിസിന് വേണ്ടിയിട്ടുള്ളതാണ് പോളിമറേസസ്. അതിൽ DNA പോളിമറേസസും ഉണ്ട്, RNA പോളിമറേസസും ഉണ്ട്. ഫങ്ഷണലി 3 ടൈപ്സിലാണ് പോളിമറേസസ് ഉള്ളത്. ആൻഡ് ദേ ആർ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് ആൻഡ് RNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. നോർമലി പോളിമറേസസ് ചെയ്യുന്നത് ഒരു DNA സ്ട്രാൻഡിന്റെ ആ ഒരു ന്യൂക്ലിയോടൈഡ്സിന്റെ ചെയിൻ ഇലോങ്ങേഷൻ ആണ്. അതായത് ഈ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ട് അടുത്ത ന്യൂക്ലിയോടൈഡിനെ വന്ന് ആഡ് ചെയ്ത് ചെയിൻ ഇലോങ്ങേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പോളിമറേസസ് ചെയ്യുന്നത്. അതിൽ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ് എന്ന് പറയുന്നത് DNAന്റെ ഡ്യൂപ്ലിക്കേഷൻ നടത്തുന്ന എൻസൈമാണ്. ദാറ്റ് ഈസ് ദ സിന്തസിസ് ഓഫ് എ DNA സ്ട്രാൻഡ് ഓൺ എ ടെംപ്ലേറ്റ് DNA സ്ട്രാൻഡ്. അടുത്ത ടൈപ്പ് ഓഫ് പോളിമറേസ് എന്ന് പറയുന്നത് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് ആണ്. ദാറ്റ് മീൻസ് ഒരു DNA ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്ന് ഒരു കോംപ്ലിമെന്ററി RNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത്. ദെൻ തേർഡ് ടൈപ്പ് ഓഫ് പോളിമറേസ് എന്ന് പറയുന്നത് RNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ് ആണ്. ദേ ആർ ഓൾസോ കോൾഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ദാറ്റ് മീൻസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട്, അതായത് RNAയിൽ നിന്ന് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള കോംപ്ലിമെന്ററി DNA കോപ്പി ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. And this process is mediated by the enzyme RNA dependent DNA polymerase, also called reverse transcriptase. Then last group of enzymes involved in genetic engineering is terminus modifying enzymes. DNA molecules in the ends modify ചെയ്യുന്ന enzymes ആണ് terminus modifying enzymes, and they include alkaline phosphatase, polynucleotide kinase, terminal nucleotide transferase and exonuclease 3. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്നത് ഒരു ഡീഫോസ്ഫോറിലേറ്റിംഗ് എൻസൈം ആണ്. അതായത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്ന എൻസൈം ആണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. ഒരു DNA അല്ലെങ്കിൽ RNAയുടെ 5' എൻഡിൽ നിന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ആണ് ചെയ്യുന്നത് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറഞ്ഞ എൻസൈം. ദ നെക്സ്റ്റ് ടെർമിനസ് മോഡിഫയിങ് എൻസൈം ആണ് പോളിന്യൂക്ലിയോറ്റൈഡ് കൈനേസ്. ഇറ്റ് ഈസ് എ ഫോസ്ഫോറിലേറ്റിംഗ് എൻസൈം. ദാറ്റ് മീൻസ് ഒരു DNAയുടെ അല്ലെങ്കിൽ RNAയുടെ ടെർമിനേസിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവർ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നത് ATPയിൽ നിന്നാണ്. സോ പോളിന്യൂക്ലിയോറ്റൈഡ് കൈനേസ് ട്രാൻസ്ഫർ ദ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രം ATP to a dephosphorylated terminus of DNA or RNA. The next enzyme is terminal nucleotide transferase. ഇതൊരു DNA polymerizing enzyme ആണ്. അതായത് ഒരു DNA പ്രൈമറിന്റെ 3' OHലേക്ക് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു എൻസൈം ചെയ്യുന്നത് വിതൗട്ട് യൂസിങ് എ ടെംപ്ലേറ്റ്. ഒരു ടെംപ്ലേറ്റിന്റെ സഹായം ഇല്ലാതെ തന്നെ ന്യൂക്ലിയോടൈഡ്സിനെ 3' OHലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ടെർമിനൽ ന്യൂക്ലിയോടൈഡിൽ ട്രാൻസ്ഫറേസ് ചെയ്യുന്നത്. Then next terminus modifying enzyme is exonuclease 3. ഒരു DNA സ്ട്രാൻഡിൽ നിന്ന് 1/1 ആയിട്ട് ന്യൂക്ലിയോടൈഡ്സിനെ റിമൂവ് ചെയ്യുന്ന എൻസൈമാണ് എക്സോന്യൂക്ലിയസ് 3. സോ
So it is mainly involved in removing nucleotides from a DNA strand one by one in the 3' to 5' and 5' to 3' directions. So this is all about the enzymes involved in genetic engineering.